വാഹന സംബന്ധമായിട്ടുള്ള ചില അപ്ഡേറ്റ്സുകൾ തരാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു പുതിയൊരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുപോലുള്ള വീഡിയോസിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മിർസവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് എക്കാലത്തെയും മികച്ചൊരു ബ്രാൻഡാണ്. അത് ഓരോ തവണ മുഖമുന്നിക്ക് വരുമ്പോഴും ആളുകൾ രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് മാരുതി സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴും അത് തന്നെ ഭയങ്കര രീതിയിലുള്ള ആകാംക്ഷയിലാണ് ആളുകൾ. കാരണം ഏകദേശം മെയ് 9 ആയിരിക്കും മിക്കവാറും ഈ സ്വിഫ്റ്റിൻ്റെ ലോഞ്ച് വരുന്നത്. എക്സ്റ്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റമുണ്ട്. പക്ഷേ ഇൻറ്റീരിയറിലാണ് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ സ്വിഫ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 9 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റമാണ്. അതുപോലെ സ്റ്റിയറിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പുതിയ ഇസഡ് സീരീസ് 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും വാഹനത്തിലുണ്ടാവുക. 81.6 PS പവറും 112 Nm ടോർക്കും പ്രദാനം ചെയ്യുന്ന ഒരു എഞ്ചിനായിരിക്കും. 25.72 കിലോമീറ്ററാണ് കമ്പനി ഇതിന് വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്. എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന കാർബണിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ഇതിനെ ഒരു എക്കോ ഫ്രണ്ട്ലി കാറായിട്ടാണ് മാരുതി അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ചില പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം. മാരുതിയെ സംബന്ധിച്ചിടത്തോളം മാരുതി 6 എയർ ബാഗ് കൊടുത്തിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവിറ്റോയിലൊക്കെയാണ് 6 എയർ ബാഗ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ പുതിയ സ്വിഫ്റ്റിന് 6 എയർ ബാഗ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഹ്യുണ്ടായി ഒക്കെ പോലുള്ള വാഹന നിർമ്മാണ കമ്പനികളുടെ എല്ലാ നിരയിൽപ്പെട്ട വാഹനങ്ങൾക്കും ഇതൊക്കെയുണ്ട്. എയർ ബാഗ് 6 എയർ ബാഗുള്ള വണ്ടികളുണ്ട്, ചെറിയ സെഗ്മെൻറ്റിൽപ്പെട്ട വണ്ടിക്ക്. പക്ഷേ നമുക്ക് മാരുതിയെ സംബന്ധിച്ചിടത്തോളം മാരുതി ആദ്യമായിട്ടാണ് ചെറിയ സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടിക്ക് 6 എയർ ബാഗ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് പറയാം. രണ്ടാമത് നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ തന്നെയാണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം. കാരണം അത് അത്രയും വലിപ്പമുള്ളൊരു സ്ക്രീൻ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞാൽ ചെറിയ സെഗ്മെൻറ്റിലുള്ള വണ്ടിക്ക് കൊടുത്തിട്ടില്ല. ആർക്കിന് സൗണ്ട് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള 9 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നിലും ഇതിന് AC വെൻ്റ് ഉണ്ടെന്നുള്ളതാണ്. ഹുണ്ടായുടെ ഇപ്പോൾ ന്യൂസിലൊക്കെ ഉണ്ട്, ഇപ്പോൾ പിന്നിൽ AC വെൻ്റ് ഉണ്ട്. നമുക്ക് മാരുതിയുടെ സ്വിഫ്റ്റിൽ നേരത്തെ ഇല്ലാതിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് സ്വിഫ്റ്റിൽ പുതുതായിട്ട് പിന്നിൽ AC വെൻ്റ് കൊണ്ടുവരുന്നുള്ളതൊരു മെയിൻ കാര്യമാണ്. പിന്നെ വയർലെസ് ഫോൺ ചാർജറുണ്ട്. അതായത് മാരുതിയുടെ ഏറ്റവും വലിയ വണ്ടികളിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ സ്വിഫ്റ്റിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ LED ഫോഗ് ലാമ്പുകളുണ്ട്, സുസുക്കി കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ആകർഷകമായ രീതിയിൽ ആണ് മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ നമുക്ക് അവതരിപ്പിച്ചത്. ഏറ്റവും പുതിയ സ്വിഫ്റ്റിനെ നമുക്ക് അവതരിപ്പിക്കുന്ന ഭയങ്കരമായൊരു പ്രത്യേകതകളോടൊക്കെ കൂടി തന്നെയാണ്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന് ഒരു ഫലം ഉണ്ടാകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നത്. അടുത്തായി നമ്മുടെ ടൊയോട്ടയുടെ റൂമിയോൺ CNG പതിപ്പ് ഇറങ്ങി എന്നുള്ളതാണ്. അത് 26 കിലോമീറ്റർ മൈലേജാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, റൂമിയോൺ എന്ന് പറയുമ്പോഴത്തേനും എർട്ടിഗയുടെ ഒരു അപരനാണ്. അപ്പോൾ എർട്ടിഗയുടെ അതേ രീതിയിലുള്ള എർട്ടിഗയ്ക്ക് പറഞ്ഞാൽ CNGക്ക് ഈ രീതിയിലുള്ള മൈലേജ് 26-27 മൈലേജ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ടൊയോട്ട വീണ്ടും റൂമിയോണിനെ ഇറക്കുന്നു മൈലേജ്. പക്ഷേ നമ്മൾ നോർമൽ രീതിയിലുള്ള വേരിയൻറ്റിനേക്കാളും സ്വല്പം വില കൂട്ടിയാണ് റൂമിയോണിനെ ഇവർ CNG അവതരിപ്പിക്കുന്നത്. ബേസ് മോഡലിനെ വെച്ച് നോക്കുമ്പോഴത്തേനും 1,40,000 രൂപയുടെ ഒരു കൂടുതൽ CNGക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പനിനേക്കാളും ഒരു 73,000 രൂപ കുറവും ആയിട്ടാണ് CNG. ആ ഒരു രീതിയിലാണ് CNGനെ ഇവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രത്യേകതകളും പഴയ റൂമിയോണിൻ്റെ പോലെ തന്നെ 7 ഇഞ്ച് ടച്ച് സ്ക്രീനും അതുപോലെ ലെവലുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വാഹനം അതൊരു നോർമൽ വേരിയൻറ്റ് വരുമ്പോൾ 103 bhp കരുത്തും 137 Nm ടോർക്കും വരുന്നുണ്ട്. CNG വന്നു കഴിയുമ്പോഴത്തേനും 88 bhp കരുത്ത് 121.5 Nm ടോർക്കുമാണ് വരുന്നത്. ഈ രണ്ട് വാഹനങ്ങളെക്കുറിച്ചുള്ള വാർത്താവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇനി വരുന്ന വീഡിയോയിൽ കൂടുതൽ വാഹനങ്ങളും കൂടുതൽ വിവരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.